ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗായത്രി മന്ത്രത്തിൻ്റെ ജപവിധികളും സാമാന്യമായ അർത്ഥവുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇനി ഗായത്രി മന്ത്രത്തിൻ്റെ വേദാന്തപരമായ അർത്ഥം ഈ ക്ലാസ്സിൽ കാണാം. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. മന്ത്രങ്ങളിൽ വെച്ച് സർവശ്രേഷ്ഠമായതാണ് ഗായത്രി മന്ത്രം. ഗായത്രി മന്ത്രം 3 വേദങ്ങളിലും വരുന്നതാണ്. ഋഗ്, യജു, സാമം ഈ 3 വേദങ്ങളിലും വരുന്നതായതുകൊണ്ട് ഗായത്രി മന്ത്രം വളരെയേറെ മഹത്വമേറിയതാണ്. മന്ത്രത്തിൻ്റെ ഋഷി വിശ്വാമിത്രനാണ്. ഗായത്രി ഛന്ദസ്സിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. സൂര്യദേവനാണ് ദേവത. സൂര്യദേവനോടുള്ള പ്രാർത്ഥനയാണ് പ്രധാനമായും ഇതിൽ കണ്ടത്. നമ്മൾ സൂര്യദേവനോടുള്ള പ്രാർത്ഥനയാണെങ്കിലും സൂര്യമണ്ഡലത്തിൽ ആദിപരാശക്തിയായി കുടികൊള്ളുന്ന ഗായത്രി ദേവിയെയാണ് നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നത്. ഗായത്രി ദേവി എല്ലാ ശക്തികളുടെയും പിന്നിലുള്ള ചൈതന്യമാണ്. അതേപോലെ തന്നെ എല്ലാ വേദങ്ങളുടെയും മാതാവാണ്, അറിവിൻ്റെ ദേവതയാണ്. സരസ്വതി, ലക്ഷ്മി, പാർവതി ഈ 3 ദേവതകളും ദേവിമാരും ചേർന്ന ദേവതാ സങ്കല്പമാണ് ഗായത്രി ദേവി. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെയും നമ്മൾ ആരാധിക്കുന്നു. ഗായത്രി ദേവിയുടെ ചിത്രം പഞ്ചമുഖമുള്ളതാണ്, 5 മുഖമുള്ളതാണ്. പഞ്ചമുഖിയായ ദേവി ഓരോ മുഖങ്ങളും പൃഥ്വി, ജലം, അഗ്നി, വായു, ആകാശം എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ഗായത്രി മന്ത്രം കേവലം ഭൗതികമായ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയല്ല. ധർമ്മ, അർത്ഥ, കാമങ്ങൾക്കപ്പുറമുള്ള മോക്ഷമെന്ന പരമപുരുഷാർത്ഥത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഗായത്രി മന്ത്രം. ഗായത്രി മന്ത്രത്തിൻ്റെ ജപവിധികളിൽ നമ്മൾ കണ്ടു. ഗായത്രി മന്ത്രം പഞ്ചാവസാന മന്ത്രമാണ്. അതായത് 5 സ്ഥലങ്ങളിൽ നിർത്തി വേണം ജപിക്കാൻ. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇതിൽ ഓം എന്നത് പ്രണവമാണ്. ഭൂർഭുവസ്വഃ എന്നത് വ്യാഹൃതിയാണ്. അതും നമ്മൾ ഇന്നലെ അതിൻ്റെ അർത്ഥം കണ്ടിരുന്നു. പ്രണവം എന്നാൽ ഏറ്റവും ഉത്തമമായ ഈശ്വരനാമമാണ്. ഓംകാരത്തെ ബ്രഹ്മത്തിൻ്റെ പൂർണ്ണ പ്രതീകമായിട്ടാണ് പറയുന്നത്. ഓം എന്ന് പറയുമ്പോൾ തന്നെ നാം ഭഗവാനെ ഓർമ്മിക്കുന്നു. അതുപോലെ തന്നെ ഭൂർഭുവസ്വഃ എന്നത് വ്യാഹൃതിയാണ്. അത് ബ്രഹ്മാവിനാൽ പറയപ്പെട്ട ദിവ്യമായ മന്ത്രമാണ്. ജപിക്കുന്നവരുടെ പാപങ്ങളെ നശിപ്പിക്കുന്നതാണ്, ജപിക്കുന്നവരെ പവിത്രമാക്കുന്നതാണ്. ഭൂർഭുവസ്വഃ ഭൂമി, അന്തരീക്ഷം, സ്വർഗം ഈ 3 ലോകങ്ങൾ ഏകമായ നിർവിശേഷ ചൈതന്യമാകുന്ന ഓം എന്ന് നമ്മൾ പറഞ്ഞ ആ പരമാത്മാവിൻ്റെ പ്രകടിത ഭാവങ്ങളാണ്. 3 ലോകങ്ങൾക്കും ആധാരമായ ആ പരമാത്മ ചൈതന്യത്തെ ഞാൻ നമിക്കുന്നു. ഇതിനെ വേദാന്തപരമായിട്ട് പറയുമ്പോൾ ഓം എന്നത് നിർഗുണ ബ്രഹ്മമാണ്, തുരീയ ചൈതന്യമാണ്. ഭൂർഭുവസ്വഃ എന്നുള്ളത് സഗുണ ഈശ്വരനാണ്, അപരബ്രഹ്മമാണ്. ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ അഖണ്ഡബോധമായ പരബ്രഹ്മത്തെയും അപരബ്രഹ്മമായ ജഗത്തിനെയും ഒരേപോലെ നമസ്കരിക്കുന്നു. നിർഗുണമായ ബ്രഹ്മം തന്നെയാണ് സഗുണ ഈശ്വരനായി സാകാരമായി പ്രകടിത രൂപത്തിൽ കാണപ്പെടുന്നത്. ആ പരബ്രഹ്മത്തിനെ ഞാൻ നമിക്കുന്നു. ഇനി ഗായത്രി മന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം നമ്മൾ കണ്ടു. ധീമഹി എന്നാൽ ഞങ്ങൾ ധ്യാനിക്കുന്നു. എന്തിനെ ധ്യാനിക്കുന്നു? സൂര്യദേവസ്യ തേജഃ ധ്യായാമഹ. ശ്രേഷ്ഠമായ തേജോമയമായ സൂര്യദേവൻ്റെ പ്രകാശത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. അത് ശ്രേഷ്ഠമായിരിക്കുന്നത് എങ്ങനെയാണ്? ഏതു തേജസ്സാണോ, ഏത് ഊർജമാണോ സൂര്യദേവനെ പോലും പ്രകാശപൂർണമാക്കിയിരിക്കുന്നത്, അതേ തേജസ് തന്നെ ഞങ്ങളുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ. ആ ചൈതന്യത്തെയാണ് നമ്മൾ പ്രണമിക്കുന്നത്, ആരാധിക്കുന്നത്. ഇനി ഇതിൻ്റെ വേദാന്തപരമായ അർത്ഥം കാണാം. ധീമഹി എന്നാൽ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് ഒരു വേദാന്ത വിദ്യാർത്ഥിയുടെ, സാധകൻ്റെ പ്രാർത്ഥനയാകുമ്പോൾ അത് നിധിധ്യാസനമാകുന്നു.
അഭേദേന ധ്യായാമഹ എന്നാണ്. എന്തൊക്കെ തമ്മിലുള്ള അഭേദമാണ് ധ്യാനിക്കുന്നത്? പ്രപഞ്ചതലത്തിലുള്ള പരമാത്മാവും ജീവന്റെ തലത്തിലുള്ള ജീവാത്മാവും അത് തമ്മിലുള്ള ഭേദം അതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് സവിദുഹു ദേവ എന്നത് നോക്കാം. സവിദുഹു എന്നാൽ സൂയതേ ഇതി സവിത. സു എന്ന ധാതുവിന് സൃഷ്ടി എന്നാണ് അർത്ഥം. അപ്പോൾ സവിദു എന്നാൽ ലോകത്തെ സൃഷ്ടിക്കുന്ന ആ സൃഷ്ടാവ്, ക്രിയേറ്റർ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഉപാദാന കാരണം, മെറ്റീരിയൽ കോസ് എന്നാണ് അർത്ഥം. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം. അർജുന, എൻ്റെ സാന്നിധ്യത്തിൽ പ്രകൃതി സർവചരാചരങ്ങളോടും കൂടിയ ഈ ജഗത്തിനെ ജനിപ്പിക്കുന്നു എന്ന്. പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്തിൽ നിന്നാണോ എല്ലാം ഉണ്ടായിരിക്കുന്നത് അത് ഉപാദാന കാരണമാണ്, മെറ്റീരിയൽ കോസ് ഓഫ് ദ ക്രിയേഷൻ. ഒരമ്മ കുഞ്ഞിൻ്റെ ഉപാദാന കാരണം ആയിരിക്കുന്നത് പോലെ ഭഗവാൻ പ്രപഞ്ച സൃഷ്ടിയുടെ ഉപാദാന കാരണമായിരിക്കുന്നു, മെറ്റീരിയൽ കോസ് ആയിരിക്കുന്നു. അതുകൊണ്ട് സവിത എന്നാൽ ഉപാദാന കാരണം, മെറ്റീരിയൽ കോസ് എന്നാണ് അർത്ഥം. ഭഗവാനിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഭഗവാൻ തന്നെ എല്ലാത്തിനും ഉപാദാന കാരണമാണ്. ദേവസ്യ എന്നാൽ ചേതന സ്വരൂപം, നിമിത്ത കാരണം, ഇൻ്റലിജൻറ്റ് കോസ് ഓഫ് ദ ക്രിയേഷൻ അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ ക്രിയേഷൻ. ദ്യോ എന്നാൽ ചൈതന്യം, പ്രജ്ഞാനം എന്നൊക്കെയാണ്. അതുകൊണ്ട് ദേവൻ എന്നതിന് പ്രജ്ഞാനസ്വരൂപനായ നിമിത്ത കാരണൻ എന്നാണ് അർത്ഥം. അങ്ങനെ സവിദുഹു ദേവസ്യ എന്നത് സൃഷ്ടിയുടെ അഭിന്ന നിമിത്ത ഉപാദാന കാരണമായിരിക്കുന്ന ഭഗവാൻ തന്നെയാകുന്നു. ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ നിമിത്ത കാരണവും ഉപാദാന കാരണവുമായിരിക്കുന്നത്. മെറ്റീരിയൽ കോസും ഇൻ്റലിജൻറ്റ് കോസും രണ്ടും ഭഗവാൻ തന്നെയാണ്. അടുത്തതായി തത് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം നോക്കാം. തത് പദത്തിന് ലക്ഷ്യാർത്ഥമായ സത് അഥവാ ഉണ്മ എന്നാണ് അർത്ഥം. തത് എന്നാൽ സത് സ്വരൂപം. തത് പദം ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നു. സദേവ സൗമ്യ ഇതമഗ്ര ആസീത് എന്ന് ഉപനിഷത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ദ നേച്ചർ ഓഫ് എക്സിസ്റ്റൻസ്, അതാണ് തത് സ്വരൂപം അല്ലെങ്കിൽ സത് സ്വരൂപം അതിൻ്റെ അർത്ഥം. ഭർഗഹ എന്നാൽ ജ്വലിക്കുന്നത്, തപിപ്പിക്കുന്നത്, അന്ധകാരത്തെ അകറ്റുന്ന തേജസ്സാണ്. അത് അന്ധകാരത്തെ നശിപ്പിക്കുന്നതാണ്, സംസാരത്തെ നശിപ്പിക്കുന്നതാണ്. അത് തേജോമയമാണ്, ചിത് സ്വരൂപം. ഭർഗഹ എന്നാൽ ചിത് സ്വരൂപം അല്ലെങ്കിൽ അവയർനെസ് എന്നാണ് അർത്ഥം. വരേണ്യം, വരിക്കുവാൻ അല്ലെങ്കിൽ സ്വീകരിക്കുവാൻ യോഗ്യമായിട്ടുള്ളത്. പൂർണ്ണത്വം അല്ലെങ്കിൽ ആനന്ദ സ്വരൂപം, പൂർണ്ണ ആനന്ദ സ്വരൂപമാണ് എല്ലാവർക്കും സ്വീകരിക്കാനുള്ളത്. എല്ലാവരും എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതും ആ പൂർണ്ണത്വം തന്നെയാണ്. അങ്ങനെ വരേണ്യം എന്നത് ആനന്ദത്തിനെ, പൂർണ്ണത്വത്തിനെ അല്ലെങ്കിൽ അനന്തതയെ സൂചിപ്പിക്കുന്നു. തത് എന്നാൽ സത്സ്വരൂപം, ഭർഗഹ എന്നാൽ ചിത് സ്വരൂപം, തേജോമയം, വരേണ്യം എന്നാൽ ആനന്ദസ്വരൂപം, പൂർണ്ണത്വം. ഇങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെ തത് ഭർഗഹ വരേണ്യം എന്നത് സച്ചിദാനന്ദ സ്വരൂപനായ നിർഗുണ ബ്രഹ്മനെ സൂചിപ്പിക്കുന്നു. അടുത്തതായി യഹ നഹ ധിയഹ പ്രചോദയാത് എന്ന ഭാഗം നോക്കാം. യഹ എന്നാൽ ഏതെന്നാണോ, നഹ ധിയ എന്നാൽ ഞങ്ങളുടെ ബുദ്ധിയെ, പ്രചോദയാത് പ്രകാശിപ്പിക്കുന്നത്. യഹ നഹ ധിയഹ പ്രചോദയാത് എന്നാൽ ഏതെന്നാണോ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത് ആ ആത്മാവ്, അത് ജീവാത്മാവാണ്. നമ്മളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത് ജീവാത്മാവ്. ധീമഹി അഭേദധ്യാനത്തെയാണ് പറയുന്നത്. ആദ്യം പറഞ്ഞ പ്രപഞ്ച സൃഷ്ടിയുടെ അഭിന്ന നിമിത്ത ഉപാദാന കാരണമായ സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മനും ഞങ്ങളുടെ ജീവന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന ജീവാത്മാവും തമ്മിലുള്ള അഭേദത്തെ ധ്യാനിക്കുന്നു. ഇവിടെ അഭേദം ആണ് പ്രധാനമായിട്ടുള്ളത്. പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള അഭേദത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്, ഞാൻ ധ്യാനിക്കുന്നത്. സവിദുഹു ദേവസ്യ തത് ഭർഗഹ വരേണ്യം യഹ നഹ ധിയഹ പ്രചോദയാത് ധീമഹി എന്ന് വിഗ്രഹിക്കണം. ഏതൊരു ചൈതന്യമാണോ പൂർണ്ണ ആനന്ദ സ്വരൂപമായിട്ടുള്ളത്, ഏതൊരു ചൈതന്യമാണോ ജഗത് കാരണമായിട്ടുള്ളത്, ആ ചൈതന്യം തന്നെയാണ് സാക്ഷിരൂപമായി എൻ്റെ ബുദ്ധിയിലും പ്രവേശിച്ച് എന്നെ ചൈതന്യവത്താക്കിയിരിക്കുന്നത്.
ഏകവും നിത്യവുമായ ആത്മചൈതന്യത്തെ ഞാൻ ധ്യാനിക്കുന്നു. പരമാത്മ ചൈതന്യത്തെ ഞാൻ ധ്യാനിക്കുന്നു. ഞാൻ ആത്മചൈതന്യത്തെ ധ്യാനിക്കുന്നു. അത് ബ്രഹ്മചൈതന്യം തന്നെയാകുന്നു. അതാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യമാണ് ഇവിടെ വരുന്നത്. സയശ്ചായം പുരുഷേ യശ്ചാസാവാദിത്യേ സ ഏകഃ എന്ന് തൈത്തിരീയ മന്ത്രം ബ്രഹ്മാനന്ദവല്ലിയിൽ പറയുന്നു. ഏതൊരാത്മാവാണോ മനുഷ്യ ശരീരത്തിലെ ഹൃദയ ഗുഹയിലുള്ളത്, ഏതൊരാത്മാവാണോ ആദിത്യനിലുള്ളത്, ഏതൊരാത്മാവാണോ പ്രപഞ്ചത്തിൽ മുഴുവനും വ്യാപിച്ചിരിക്കുന്നത്, അത് ഒന്നു തന്നെയാണ്. സൂര്യദേവനിലുള്ള ചൈതന്യവും ഇത് തന്നെയാണ്, ചന്ദ്രദേവനിലുള്ള ചൈതന്യവും ഇത് തന്നെയാണ്. പ്രപഞ്ചത്തിൽ മുഴുവനുമുള്ള ഒരേ ചൈതന്യമാണ്. ആ ചൈതന്യം തന്നെയാണ് എൻ്റെ ജീവനിലും ഉള്ളത്. ഇതാണ് ധ്യായാമഹ, നമ്മൾ ധ്യാനിക്കുന്നത്. ഇതാണ് വേദാന്തപരമായിട്ടുള്ള തത്വപരമായിട്ടുള്ള ഉപനിഷത്ത് ജ്ഞാനത്തോടു കൂടിയുള്ള ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം. ഇതിനെയാണ് ഉത്തമമായിട്ടുള്ള ധ്യാനമായി പറയുന്നത്. ഈ ഒരു ധ്യാനത്തിലേക്കാണ് നമ്മൾക്ക് എത്താനുള്ളത്. ഇതോടുകൂടി വേദാന്തപരമായ അർത്ഥം കഴിഞ്ഞു. ഇനി ആർക്കാണ് ഈ മന്ത്രം ജപിക്കാൻ യോഗ്യതയുള്ളത്? ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എങ്കിലും ഒന്നുകൂടെ പറയാം. സ്ത്രീ പുരുഷ ഭേദമന്യേ ഏതൊരാൾക്കും ഗായത്രി മന്ത്രം ജപിക്കുവാൻ അവകാശമുണ്ട്. ജാതിയും മതവും ഒന്നും അതിന് തടസ്സമല്ല. ബ്രഹ്മചാരിക്കും ഗൃഹസ്ഥനും സന്യാസിക്കും ഒക്കെ ഈ മന്ത്രം ജപിക്കുവാനുള്ള അവകാശമുണ്ട്. ഫലശ്രുതിയായി പറഞ്ഞു, ഒരു വ്യക്തിക്ക് ഉപാസനാബലം ലഭിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഗായത്രി മന്ത്രം എന്നത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ജപയജ്ഞമാണ് യജ്ഞങ്ങളിൽ ഞാൻ എന്നാണ്. ഭഗവാൻ തന്നെയാണ് ജപയജ്ഞം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാമല്ലോ. നിഷ്ഠയോടുകൂടി ജപിക്കുന്നവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നുള്ളതും ഈ മന്ത്രത്തിൻ്റെ ഫലശ്രുതിയായി പറയുന്നുണ്ട്. ഇതോടുകൂടി ഗായത്രി മന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥവും വേദാന്തപരമായ അർത്ഥവും കഴിഞ്ഞു. ഓം തത്സത്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.